കോഴിക്കോട് തടമ്പാട്ട് താഴം ഫ്ലോറിക്കൻ റോഡിൽ വയോധികരായിട്ടുള്ള സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂലക്കണ്ടി സ്വദേശികളായിട്ടുള്ള ശ്രീജയ, പുഷ്പ എന്നിവരെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടെ താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കാണാനില്ല. 2 മുറികളിലായി മരിച്ച നിലയിൽ വെള്ള പുതച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് പോലീസ് പറയുന്നത്? എന്താണ് ഈ ആദ്യ ഒരു നിഗമനം? എന്താണ് ഈ മരണത്തിൽ? എന്തോ കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മറ്റ് പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടികളിലേക്കൊക്കെ നീങ്ങുകയാണ്. 3 വർഷമായി ഈ തടമ്പാട് താഴത്തെ ഈ വാടക വീട്ടിലാണ് ഈ 2 വയോധികരായ സഹോദരിമാരും ഒപ്പം പ്രമോദ് എന്ന സഹോദരനും താമസിച്ചു വന്നിരുന്നത്. മൂഴിക്കൽ ഭാഗത്താണ് ഇവരുടെ തറവാട്ട് വീടുള്ളത്. വാടകയ്ക്കാണ് ഈ വീട്ടിൽ കഴിയുകയും ചെയ്തിരുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ ഇവരുടെ ഒരു ബന്ധുവിനെ ഈ പ്രമോദ് എന്ന സഹോദരൻ വിളിച്ചു പറയുകയായിരുന്നു. തന്റെ സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന് അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ അയൽവാസികളെയൊക്കെ വിവരം അറിയിക്കുകയും അവർ വന്ന് വീട്ടിൽ നോക്കുകയും ചെയ്തപ്പോഴാണ് 2 മുറികളിലായി 68ഉം 71ഉം വയസ്സുള്ള 2 സഹോദരിമാര് ശ്രീജയ, പുഷ്പ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവരുടെ ശരീരത്ത് വെള്ള പുതപ്പിച്ച് ഏതാണ്ട് പൊതുദർശനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ ഉള്ളത്. അതിനുശേഷം ആണ് ഈ സഹോദരനെ തെരഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയ ഒരു നിലയിലുമാണ്. ഏറ്റവും ഒടുവിൽ പോലീസ് ലൊക്കേഷൻ മറ്റും പരിശോധിച്ചപ്പോൾ ഫാറൂഖ് ഭാഗത്ത് ഇയാളുടെ മൊബൈൽ ഫോണിന്റെ അവസാന ലൊക്കേഷൻ കിട്ടുകയും ചെയ്തു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നത് സംബന്ധിച്ചൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രായമുള്ള ആളുകളാണ്. നാട്ടുകാർക്കൊന്നും വലിയ പരാതികളോ മറ്റും സഹോദരനെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശാരീരികമായ അനവധി പ്രശ്നങ്ങൾ ഈ 2 സഹോദരിമാർക്കുണ്ടായിരുന്നു. മിക്ക സമയത്തും ആശുപത്രികളിലും മറ്റുമൊക്കെ പോകുന്നത് കാണാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രശ്നമെന്ന് അറിയണമെങ്കിൽ ഒരുപക്ഷെ പ്രമോദിനെ ഇനി കണ്ടെത്തുക എന്നതാണ്. അയാൾ ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും പോലീസ് വരുന്നില്ല. എന്തായാലും ഇയാൾ എത്തിയാൽ അല്ലെങ്കിൽ ഇയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നും പോലീസ് പറയുന്നു. ഒപ്പം എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ചിത്രവും പോലീസിൽ നിന്നും വൈകാതെ ലഭിക്കും. ഈ സ്വാഭാവികമായ മരണമാണോ, അല്ലെങ്കിൽ ആത്മഹത്യയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയ ശേഷം സഹോദരൻ പോയതാണോ എന്നിങ്ങനെ പലതരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തേണ്ടതുണ്ട്. പക്ഷെ അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രാഥമിക നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും സഹോദരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എൽദോ. ഓക്കെ അനീഷ്, തുടരുക. നമുക്ക് ആ പ്രദേശവാസികൾ നൽകുന്ന പ്രതികരണം എന്താണെന്ന് കൂടി കേട്ടിട്ട് വരാം ഈ മരണം സംബന്ധിച്ച്. ഒരു 3 കൊല്ലത്തോളം ആയും തോന്നുന്നു അവർ താമസിക്കുന്നു. വാടകയ്ക്കാണ്. 2 പ്രായമുള്ള അമ്മമാരും ഒരു ആങ്ങളയാണുള്ളത്. അപ്പോൾ ഈ ആങ്ങള ഇപ്പം രാവിലെ ഇവരെ റിലേറ്റീവിനെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മണിയോളം ആയപ്പോൾ വീട്ടിലേക്ക് അവരെ വിളിച്ചു പറഞ്ഞു മരിച്ചിട്ടുണ്ട്, പെങ്ങൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ട് റിലേറ്റീവ് തിരിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ സംശയഭാഗമായിട്ട് അവർ നേരെ ഇവിടെ എത്തുകയുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഗേറ്റൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ ആങ്ങളല്ല, വിളിച്ച ആളില്ല. അപ്പോൾ അവർ ഉള്ളിൽ കയറി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഉള്ളിൽ കയറി നോക്കിയപ്പോൾ 2 റൂമിൽ മരിച്ച ഇതിലാണ് കാണുന്നത്. അപ്പോൾ അത് വേറൊരു ഇതില്ല, നല്ല രീതിയിൽ തന്നെ ബെഡിൽ വിരിച്ചിട്ട് വയറ്റ് പുതച്ചിട്ട് കിടക്കുകയാണ്. അപ്പം ആ പുള്ളി അത് കണ്ട ഒരു പാനിക് അവസ്ഥയിൽ ഞങ്ങളെ വീട്ടിൽ വന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു. DYFന്റെ CPMന്റെ ഒക്കെ പ്രവർത്തകരുണ്ട്. ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് റൗണ്ടിങ് നടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഞങ്ങൾ കയറി നോക്കുകയുണ്ടായി. ആ നോക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഒരു പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഒരു എന്താ പറയുക, റിങ് പോകുന്നുണ്ട് ആദ്യമൊക്കെ, പിന്നെ സ്വിച്ച് ഓഫ് ആയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ചേവര സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും അവർ പെട്ടെന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. അനീഷ്, ഈ പ്രദേശവാസികൾ പറയുന്നതിൽ വ്യക്തമാണ്, ഇയാൾ വിളിച്ചു പറയുന്നു പക്ഷേ ഇയാളെ കാണുന്നില്ല. ഈ പോലീസ് ഇയാളുടെ മൊബൈൽ ഫോണൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നില്ലേ? മാത്രമല്ല വയോധികരായിട്ടുള്ള സഹോദരിമാർ 2 പേർ ഇയാൾക്കൊപ്പം എങ്ങനെയായിരുന്നു ഇവരുടെ ജീവിത സാഹചര്യമൊക്കെ? എന്താണ് പോലീസ് പറയുന്നത്? അതാണ് ഒരു പോലീസിന് ഒരു കുഴയ്ക്കുന്ന പ്രശ്നം. കാരണം ഇയാൾ തന്നെയാണ് ഇയാളുടെ അകന്ന ഒരു ബന്ധുവിനെ രാവിലെ തന്നെ പുലർച്ചെ 5 മണിക്കാണ് ഫോൺ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സഹോദരി മരിച്ചുവെന്ന്. ഒരു സഹോദരി മരിച്ചു എന്ന വിവരമാണ് നൽകിയത്. ഇതേ തുടർന്ന് വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോൾ, അതായത് ഈ ഫോൺ വിളിച്ച് അറിയിച്ച ശേഷം ഇയാളുടെ ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ഇതേ തുടർന്നാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ 2 മുറികളിലായി 2 പേരെ മരിച്ച നിലയിൽ, അത് കൃത്യമായി വെള്ളയൊക്കെ പൊതിപ്പിച്ച് ഒരു പൊതുദർശനത്തിന് പര്യാപ്തമായ രീതിയിൽ തന്നെ ശാന്തമായി ഉറങ്ങുന്ന 2 സഹോദരിമാരെയാണ്, അല്ലെങ്കിൽ 2 വയോധികരായ ആളുകളെയാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. സാധാരണഗതിയിൽ ഒരു സഹോദരി മരിച്ചാൽ ബന്ധുക്കളെ വിവരം അറിയിച്ച് അവരൊക്കെ എത്തുമ്പോഴേക്കും അയാൾ അവിടെ കാണേണ്ടതാണ്. ഒപ്പം ഈ ഒരു സഹോദരി മരിക്കുമ്പോൾ മറ്റൊരു സഹോദരി കൂടി എങ്ങനെ മരിച്ചു എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ പ്രായാധിക്യം മൂലം ശാരീരികമായ ഒരുപാട് വൈഷമ്യങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ്. ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും അത്തരം ചെയ്താണോ എന്നൊന്നും ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ പോലീസിന് വരുത്താൻ കഴിയുന്നില്ല. വളരെ ശാന്തമായി തന്നെ രണ്ടുപേർ രണ്ട് മുറിയിലായി കിടന്നുറങ്ങുന്ന അല്ലെങ്കിൽ അത്തരം ഒരു പൊസിഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ വധിക്കാൻ ശ്രമിച്ചതോ അങ്ങനെ ഉള്ള തെളിവുകളൊന്നും നിലവിൽ ലഭ്യമല്ല. എന്താണ് ഇതിൽ കൃത്യമായി സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ലഭിക്കണമെങ്കിൽ ഈ സഹോദരൻ പ്രമോദ് വീട്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ പോലീസ് പ്രമോദിനെ കണ്ടെത്തുകയോ വേണം. ഏറ്റവും ഒടുവിൽ പോലീസ് മൊബൈൽ ടവർ ഒക്കെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഫാറൂഖ് ഭാഗത്ത് മൊബൈൽ ഫോൺ ഓൺ ആക്കിയതായി കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. മറ്റ് ഈ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുമ്പോൾ എന്താണ് മരണ കാരണം എന്നതിനെ സംബന്ധിച്ച ഒരു വ്യക്തത വരും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ നടപടിക്രമങ്ങളിലാണ് എന്തോ ഇപ്പോൾ. പോലീസിന്റെ നടപടിക്രമങ്ങളാണ്. ഇയാളെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നാലും രണ്ട് വയോധികരായിട്ടുള്ള സ്ത്രീകളാണ് മരിച്ചത്. സഹോദരിമാരാണ് മരിച്ചു കിടക്കുന്നു. മാത്രമല്ല വെള്ള പുതപ്പിച്ച അനീഷ് അങ്ങനെ കൂടിയല്ലേ വെള്ള പുതപ്പിച്ച നിലയിലായിരുന്നില്ലേ? തീർച്ചയായും ഒരു പൊതുദർശനത്തിന് പര്യാപ്തമായ രീതിയിൽ അല്ലെങ്കിൽ ആളുകളൊക്കെ വന്ന് കാണുമ്പോൾ നമ്മൾ സാധാരണയായി മരിച്ച ആളുകളെ എങ്ങനെ കൃത്യമായ രീതിയിൽ ഒരു കട്ടിലിൽ കിടത്തുക എന്ന രീതിയിലൊക്കെയാണ്. അതായത് ശരീരത്തിന്റെ ഏതാണ്ട് കഴുത്ത് ഭാഗം വരെ വെള്ള പുതപ്പിച്ചിട്ടുണ്ട്. മുഖം വരുന്ന ആളുകൾക്ക് കാണാൻ പര്യാപ്തമായ രീതിയിൽ ഒരു മുറിയിൽ ഒരു സഹോദരി, മറ്റൊരു മുറിയിൽ അടുത്ത സഹോദരി, അങ്ങനെ രണ്ടുപേരെയും സമാനമായ രീതിയിൽ തന്നെ വെള്ള പുതപ്പിച്ച് ആളുകൾ വന്ന് കാണാൻ പര്യാപ്തമായി കഴുത്ത് വരെ വെള്ള തുണി മൂടി ഇട്ടാണ് കിടക്കുന്നത്. എല്ലോ റൈറ്റ്. എന്നാലും അതിലും വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിനും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇവരുടെ സാഹചര്യം ഇവരെങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്തരം ഇയാളെ കാണാൻ കിട്ടാതെ പോകുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ട്. എന്നാലും രണ്ട് സ്ത്രീകളുടെ മരണത്തിന്റെ വിവരമാണ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ മടങ്ങിയെത്തും. അപ്പോഴേക്കും ഒരു ഇടവേളയെടുക്കും.